हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസയോഗം 37-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. യഥൈധാംസി സമിദ്ധോഗ്നിർഭസ്മാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. യഥൈധാംസി, യഥാ ഏധാംസി എന്നാണ് മലയാളം പദ്യം. വിറകേതുമെരിച്ചഗ്നി വെണ്ണീറുണ്ടാക്കിടും വിധം ജ്ഞാനാഗ്നിയിൽ കർമ്മജാലം നൂനം ഭസ്മമതായിടും. സമിദ്ധഃ അഗ്നിഃ ഏധാംസി യഥാ ഭസ്മാത് കുരുതേ. ആളിക്കത്തുന്ന തീയ് വിറക് കൊള്ളികളെ എപ്രകാരമാണ് ഭസ്മീകരിക്കുന്നത് അല്ലെങ്കിൽ ചാമ്പലാക്കുന്നത്, തഥാ ജ്ഞാനാഗ്നി, അപ്രകാരം തന്നെ ജ്ഞാനാഗ്നി സർവകർമാണി, എല്ലാ കർമ്മങ്ങളെയും ഭസ്മാത് കുരുതേ, ഭസ്മീകരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ജ്ഞാനം പാപത്തെ നശിപ്പിക്കും എന്നാണ്. പാപമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യാൻ നമുക്ക് ജ്ഞാനമാകുന്ന തോണി മതി എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് ഈ പാപത്തെ നശിപ്പിക്കുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ യജ്ഞശാലയിലെ വിറകും യാഗാഗ്നിയും ഭസ്മമൊക്കെ അർജുനന് ധാരാളം യാഗങ്ങൾ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഇതെല്ലാം അറിയാമല്ലോ. അപ്പോൾ ആ ട്രിക്കാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നീ ധാരാളം യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ നിനക്ക് യജ്ഞശാലയിലെ വിറക് യാഗാഗ്നിയൊന്നും പുതിയ കാര്യങ്ങളല്ല. അപ്പോൾ അവിടെ നമ്മൾ ഉണങ്ങിയ വിറക് കൊണ്ടാണ്, സാധാരണയായിട്ട് നല്ലപോലെ ഉണങ്ങിയ വിറകാണ് യാഗത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ആ അഗ്നിയിലേക്ക് വിറക് വെച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ അത് മുഴുവനായിട്ട് എരിഞ്ഞു തീരുന്നു. അതുപോലെ നമ്മൾ ലൗകികനാണല്ലോ, അപ്പോൾ കർമ്മം ചെയ്യലാണ് ജോലി. അപ്പോൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ എരിഞ്ഞു തീരും. ജ്ഞാനാഗ്നിയിലാണ് എരിഞ്ഞു തീരുന്നത് എന്ന് മാത്രം. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലേ. ജ്ഞാനാഗ്നിയിൽ ഈ യജ്ഞശാലയിലെ അഗ്നിയിൽ എരിയുന്ന വിറക് പോലെ തന്നെ ഒരു ഉണങ്ങിയ വിറകിന് തുല്യമാണ് ഈ ചിത്തശുദ്ധി വന്ന അല്ലെങ്കിൽ ജ്ഞാനം നേടിയ ഒരാളുടെ മനസ്സ്. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആദ്യം തന്നെ അർജുനനെ ഉപദേശിച്ചിട്ടുണ്ട്. കർമ്മത്തിലൂടെ ജ്ഞാനം നേടാം എന്നാണ് പറഞ്ഞത്, നല്ലൊരു ഗുരുവിൻ്റെ സഹായം കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ആ ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് നമ്മളുടെ കർമ്മങ്ങളെ പെട്ടെന്ന് തന്നെ ഉണങ്ങിയ വിറക് യാഗാഗ്നിയിൽ എരിയുന്നത് പോലെ തന്നെ ജ്ഞാനാഗ്നിയിൽ നമ്മുടെ കർമ്മങ്ങളെ മുഴുവനും എരിച്ചു കളയാനായിട്ട് സാധിക്കും. അത് വിറകിൻ്റെ ഗുണവും തോതും തരമൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലും ഏറ്റവും ഉണങ്ങിയ വിറകാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ചാമ്പൽ മാത്രമാണ്. അതിൽ നിന്ന് വീണ്ടും ഒരു വിറകിനെ നമുക്ക് തിരിച്ച് കിട്ടില്ല, വെറും ചാരം മാത്രമാണ് കിട്ടുന്നത്. അപ്പം ജ്ഞാനാഗ്നിയിൽ എല്ലാം നമ്മുടെ കർമ്മങ്ങൾ മുഴുവനായിട്ടും ജ്ഞാനാഗ്നിയിൽ ഭസ്മമാകുന്നു. അപ്പം തിരിച്ച് പിന്നെ ആ കർമ്മബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ കർമ്മങ്ങളെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് സാധാരണയായിട്ട്. ഒന്ന് സഞ്ചിതകർമ്മമാണ്. സഞ്ചിതകർമ്മം എന്ന് പറഞ്ഞാൽ പല പല ജന്മങ്ങളായിട്ട് നമ്മൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഒരു കർമ്മമാണ്, സഞ്ചയിച്ചിരിക്കുന്ന കർമ്മമാണ് സഞ്ചിതകർമ്മം. പിന്നീടുള്ളത് പ്രാരബ്ധകർമ്മമാണ്. ഒരു ദേഹം സ്വീകരിച്ച് ഈ ലോകത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കുന്ന കർമ്മങ്ങളാണ് പ്രാരബ്ധ കർമ്മങ്ങൾ. ഇനി 3ാമത്തത് ആഗാമി കർമ്മമാണ്. ഭാവിയിൽ വാസനാരൂപത്തിൽ വരാൻ പോകുന്ന കർമ്മങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് പുതിയ കർമ്മങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പുതിയ വാസനകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും, പുതിയ കർമ്മങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ആഗാമി കർമ്മങ്ങൾ. അപ്പോൾ ഇവിടെ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഇത് 3ഉം തന്നെ ദഹിച്ചു പോകും. ഇത് 3ഉം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സഞ്ചിതകർമ്മം അവസാനിക്കുമ്പോൾ, അതായത് ജ്ഞാനാഗ്നിയിൽ സഞ്ചിത കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരമേ ഇല്ലാണ്ടാവുന്നു. ശരീരം മുഴുവനായിട്ടും എരിഞ്ഞടങ്ങുന്നു. പിന്നെ എങ്ങനെ സഞ്ചിതകർമ്മം ഉണ്ടാവുന്നത്?
ഇനി പ്രാരബ്ധകർമ്മങ്ങൾ നമ്മൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ അത് ഞാനെന്ന ഉപകരണത്തിലൂടെ അല്ലേ, മുന്നിലുള്ള ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഞാനെന്ന ഒരു ഉപകരണത്തിലൂടെ ഇതെല്ലാം നടക്കുന്നു, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ കർമ്മബന്ധങ്ങളില്ല. അപ്പോൾ സൂക്ഷ്മ ശരീരം തന്നെ നേരത്തെ എരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ പ്രാരബ്ധകർമ്മവും അവസാനിക്കും. സഞ്ചിതകർമ്മവും പ്രാരബ്ധകർമ്മവും ഇല്ലെങ്കിൽ പ്രാരബ്ധകർമ്മത്തിൽ നമ്മളുടെ കർമ്മങ്ങൾ അനുകൂലങ്ങളായിട്ടും പ്രതികൂലങ്ങളായിട്ടും വരുന്ന കാര്യങ്ങളാണ് ആഗമി കർമ്മത്തിൽ വരുന്നത്. അപ്പോൾ ആഗാമി കർമ്മവും അവിടെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കർമ്മങ്ങളും നമുക്ക് ജ്ഞാനാഗ്നിയിൽ എരിച്ച് കളയാനായിട്ട് സാധിക്കും. വീണ്ടും ഒന്നും കൂടെ ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ അല്ലെങ്കിൽ ഈ ജ്ഞാനം എങ്ങനെയാണ് ഈ നേടുന്നത് കൊണ്ടുള്ള ഫലം, ജ്ഞാനം നേടുന്നത് കൊണ്ടുള്ള ഒരു ഫലം എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ ഒന്നും കൂടെ വിവരിച്ചു കൊടുക്കുകയാണ്. 38-ാമത്തെ ശ്ലോകം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഇല്ല ജ്ഞാനത്തിനോടൊട്ടു തുല്യമായൊന്നു കാട്ടുവാൻ യജ്ഞം കൊണ്ടതു കാലത്താൽ തന്നിൽ തന്നെ ലയിച്ചിടും. ജ്ഞാനേന സദൃശം പവിത്രം ഇഹ ന വിദ്യതേഹി. ജ്ഞാനത്തിന് തുല്യം പവിത്രമായിട്ട് ശ്രേഷ്ഠമായിട്ട് ഇവിടെ മറ്റൊന്നും തന്നെ ഇല്ല. തത് കാലേന ആത്മനി സ്വയം വിന്ദതി. അപ്പോൾ യോഗസംസിദ്ധി നേടിയ ഒരാൾക്ക് ഈ ജ്ഞാനം കാലക്രമേണ തന്നെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ തന്നെ വന്നു ചേരുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ജ്ഞാനത്തോളം പവിത്രമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമുക്ക് ഈ കർമ്മങ്ങളിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാവരും അല്ലേ. എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്ന് മാത്രം. അപ്പം അതുപോലെ തന്നെ ഭഗവാൻ തന്നെ നമുക്കൊരു കച്ചിത്തുരുമ്പ് പറയില്ലേ, മുങ്ങി ചാവാൻ പോകുന്നവനൊരു കച്ചിത്തുരുമ്പ് കിട്ടുന്ന പോലെ പറഞ്ഞു തരാണ്. ഇത് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആകെ ഒരു വഴിയേ ഉള്ളൂ. എളുപ്പ വഴികളൊന്നുമില്ല, ആകെ ഒരു വഴിയേ ഉള്ളൂ. ഈ ജ്ഞാനം നേടുക. ജ്ഞാനത്തിലെത്തിക്കഴിഞ്ഞാൽ, ജ്ഞാനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കർമ്മബന്ധങ്ങളെല്ലാം അവസാനിക്കാം. അപ്പോൾ എന്തൊക്കെ തരം ജ്ഞാനാണെന്ന് പണ്ട് തന്നെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ യജ്ഞങ്ങളെല്ലാം തന്നെ വളരെ നിഷ്കർഷയോടെ ആചരിച്ച് നമ്മുടെ മനസ്സിന് പൂർണ്ണമായ ആത്മനിയന്ത്രണം സാധിക്കുമ്പോഴാണ് ഒരാൾക്ക് ആത്മജ്ഞാനം വരുന്നത്. അത് ഒരു ഗുരുവിന് ഉപദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് ആത്മജ്ഞാനം സിദ്ധിപ്പിച്ച് എടുക്കാൻ പറ്റില്ല അല്ലേ. ഒരു ടീച്ചർക്ക് കുട്ടികളോട് പഠിക്കൂ എന്ന് പറയാനേ പറ്റുള്ളൂ. ടീച്ചർക്ക് ആ കുട്ടിക്ക് പകരം പോയിട്ട് ഒരു എക്സാം എഴുതാനോ അവന് പകരമായിട്ട് പഠിക്കാനോ സാധിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ടി വിയിലും ഇതിലൊക്കെ കാണാറുണ്ട്, ആ ഒരു നമ്മൾ മഹാനെന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു യോഗി എന്നൊക്കെ വിളിക്കുന്ന ചില ആൾക്കാർ അവരുടെ ഒരു കൈ തലോടൽ കൊണ്ട് ഒരാൾ ജ്ഞാനിയായിട്ട് മാറുന്നു അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് വളരെ വിഡ്ഢിത്തരം തന്നെയാണ്, വെറും വിശ്വസിക്കാൻ പറ്റാത്ത കഥകളാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഭഗവാന്റെ ഒരു തലോടൽ മതിയല്ലോ അർജുനന് ഈ ജ്ഞാനം മുഴുവനും കിട്ടാൻ. അപ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കർമ്മങ്ങളെല്ലാം ചെയ്ത് കർമ്മബന്ധം അവസാനിപ്പിക്കുക മാത്രമാണ് വഴിയുള്ളൂ. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഇരുട്ട് മുഴുവനായിട്ടും നീക്കിയിട്ട് വെളിച്ചം കൊണ്ടുവരണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ജ്ഞാനിയാവാൻ കഴിയുള്ളൂ. അപ്പം ജ്ഞാനത്തിൻ്റെ മഹത്വം വീണ്ടും വീണ്ടും അർജുനന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. എല്ലാ പ്രശ്നത്തിനും ഒറ്റ പരിഹാരമേ ഉള്ളൂ, അത് മാത്രം. അപ്പം മനസ്സിനൊരു സിദ്ധി നേടിയ ആൾക്ക് യോഗസംസിദ്ധി നേടിക്കഴിഞ്ഞ യോഗിക്ക് അല്ലെങ്കിൽ മനസ്സിൽ യോഗസംസിദ്ധി നേടിയ ഒരാൾക്ക് ഒരു പൂവ് എങ്ങനെയാണോ വിരിയുന്നത്, പൂമൊട്ടിൽ നിന്ന് പൂവ് വിരിയുന്നത് ആരും അറിയാറില്ല, അതേപോലെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ജ്ഞാനം തെളിയുന്നു.
പെട്ടെന്ന് പറയാൻ പറ്റില്ല, അതിനനുസരിച്ച് അവരുടെ സിദ്ധിക്ക് അനുസരിച്ച് അവരെത്രയെല്ലാം ജ്ഞാനം നേടുന്നുണ്ടോ അതിനനുസരിച്ച് ഒരു പൂമൊട്ട് പെട്ടെന്ന്, വളരെ പെട്ടെന്നല്ലേ പൂമൊട്ട് പൂവാകുന്നത്, പെട്ടെന്ന് പറയണ്ട, നമുക്ക് മെല്ലെ ഒരു പൂമൊട്ട് പൂവായി വിരിയുന്നത് പോലെ തന്നെ മെല്ലെ വളരെ ലാഘവത്തോടെ, അതായത് പെട്ടെന്നല്ല, കഷ്ടപ്പാടില്ല, വളരെ കഷ്ടപ്പാടൊന്നുമില്ലാണ്ട് അവരുടെ മനസ്സിൽ ജ്ഞാനം തെളിയുന്നു. അപ്പോൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ മുഴുവനും നമ്മളുടേതും നമ്മളോട് റിലേറ്റഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ പഞ്ചേന്ദ്രിയങ്ങളിങ്ങനെ കൊണ്ടുതരികയാണ് നമുക്ക്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്കും അതെല്ലാം പ്രശ്നങ്ങളായിട്ട് മാറും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദശകങ്ങളിലായിട്ട്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് അത് ഏറ്റെടുക്കുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ. അപ്പോൾ എന്താ, ഈ ജീവിതത്തിൽ സുഖങ്ങളുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാവാം. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ദുഃഖ സമ്മിശ്രമായിട്ട് ജീവിക്കാനെല്ലാം നമ്മൾക്ക് ഉപദേശം തന്നു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കാലങ്ങൾ എടുക്കുമായിരിക്കും ചിലപ്പോൾ, പക്ഷെ അത് സാരമില്ല. എന്നാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇവിടെ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അർജുനനെ പോലെ തന്നെ നമ്മളും എല്ലാവരും ലൗകികന്മാരായിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും ഒരു വഴിയുള്ളൂ. എന്താണ്? കർമ്മം ചെയ്യുക. ഒരു റൂമിൽ മുഴുവൻ മൊത്തമായിട്ട് ഇരുട്ടാണ്. എനിക്ക് അവിടുത്തെ അളമാരയിൽ നിന്ന് ഒരു സാധനം എടുക്കണം. അളമാര എവിടെയാണെന്ന് പോലും കാണുന്നില്ല, അത്രയ്ക്കും കൂരാക്കൂരി ഇരുട്ടാണ്. ഒരു ചൂലെടുത്തിട്ട് അടിച്ചു മാറ്റി കളയാൻ പറ്റുമോ ഇരുട്ടിനെ? ഇല്ല. കൈകൊണ്ട് മാറാല തട്ടുന്ന പോലെ വീശിയിട്ട് മുന്നിലൊക്കെ സ്പൈഡറൊക്കെ ഇഷ്ടം പോലെ വെബുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ടുന്ന പോലെ ഇരുട്ടേ പോ പറഞ്ഞിട്ട് മാറ്റാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താണ് അവിടെ ഒരു വഴി? ഒരു ചെറിയ നിലവിളക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ മെഴുകുതിരി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെളിച്ചം അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ആ വെളിച്ചം കൊണ്ടുവന്നാൽ മാത്രമേ ഇരുട്ട് മാറുള്ളൂ. അപ്പോൾ വേറെ ഒരു വഴിയുമില്ല അവിടെ. അതേപോലെ തന്നെയാണ് ഇവിടെയും, വേറെ ഒരു മാർഗവുമില്ല. കർമ്മങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്ത് അത് അവസാനിപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോകമാകുന്ന ഒരു ഇരുട്ടിലാണ്, ഒരു മായയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മായയുടെ വിക്ഷേപങ്ങൾ മുഴുവൻ കളയുക. അതായത് മായ നമ്മളെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ശല്യം ചെയ്യാതെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ്, ഇത് നമ്മളല്ല ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നതാണ്, നമ്മളൊരു ഉപകരണം മാത്രമാണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ജ്ഞാനമാകുന്ന അഗ്നി, അതായത് വെളിച്ചം കൊണ്ടുവരിക, വെളിച്ചം നമ്മുടെ മനസ്സിൽ വെളിച്ചം കൊണ്ടുവരിക, ഇരുട്ട് റൂമിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി അത് മെല്ലെ മെല്ലെ വന്നോട്ടെ. കുറച്ചായിട്ട് ഇങ്ങനെ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ മനസ്സിൻ്റെ വിഭ്രാന്തി മുഴുവനും മാറും, നമുക്ക് ജ്ഞാനത്തിലേക്ക് എത്തുകയും ചെയ്യാം. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് തന്നെ പറയാണ്, അർജുന സ്വയം ശുദ്ധീകരിക്കൂ, എന്ന കാലക്രമേണ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. ഇത്ര കാലം എന്നൊന്നും പറയാൻ പറ്റില്ല. ആത്മാർത്ഥമായിട്ടും അർപ്പണഭാവത്തോടെയും നമ്മൾ നേരത്തെ പറഞ്ഞ യജ്ഞങ്ങളൊക്കെ അനുഷ്ഠിക്കൂ. അങ്ങനെയുള്ളവനാണ് ഈ ആത്മാനുഭൂതി കൈവരുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടെ അടുത്ത ശ്ലോകത്തിൽ ഈ ജ്ഞാനം ആർജിക്കാനുള്ള ഒരു ഉപായം പറഞ്ഞു കൊടുക്കുകയാണ്. 39ാമത്തെ ശ്ലോകത്തിൽ അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പം നമ്മൾ 4ാമത്തെ അധ്യായത്തിൽ 38 ശ്ലോകങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും, കുറച്ച് കാലം എടുക്കും. ഒരു ദിവസം 2 3 അല്ലെങ്കിൽ ചില ദിവസം 1 മാത്രമേ വായിക്കാൻ എത്തുന്നുള്ളൂ. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.